നിരപരാധികളായ കുട്ടികളെ കൊന്നൊടുക്കിയത് മനുഷ്യവംശത്തിന് നാണക്കേട്. NCWDC ചില രാഷ്ട്ര നേതാക്കൾ തമ്മിൽ മേധാവിത്വത്തിന് വേണ്ടി നടത്തുന്ന അനാവശ്യവും നിർബന്ധമായും ഒഴിവാക്കേണ്ടതുമായ യുദ്ധത്തിൽ ഒന്നുമറിയാത്ത കുട്ടികൾ കൊല്ലപ്പെടുന്നത് മനുഷ്യവംശത്തിന് തന്നെ നാണക്കേടാണെന്നും ഇത് പൊറുക്കാനാവാത്ത കുറ്റമാണെന്നും നാഷണൽ ചൈൽഡ് ആൻഡ് വുമൺ ഡെവലപ്മെന്റ് കൗൺസിൽ. അമേരിക്കയും ഇസ്രയേലും ഇറാനെതിരെ നടത്തിവരുന്ന തുടരാക്രമണത്തിൽ 200ഓളം കുട്ടികൾ കൊല്ലപ്പെട്ടുവെന്നത് നടുക്കം ഉളവാക്കുന്നതായും യുദ്ധം നിർത്താൻ ലോകരാജ്യങ്ങൾ ഒറ്റക്കെട്ടായി മുന്നോട്ട് വരണമെന്നും പാലക്കാട് നടന്ന NCWDC സംസ്ഥാന സമ്മേളനം ആവശ്യപ്പെട്ടു. സമ്മേളനത്തോടൊപ്പം അന്താരാഷ്ട്ര വനിതാ ദിന സെമിനാറും നടന്നു. സമ്മേളനത്തിന്റെയും സെമിനാറിന്റെയും ഉദ്ഘാടനം റിട്ടയർഡ് പ്രിൻസിപ്പൽ ജഡ്ജ് ഇന്ദിരാ ടി നിർവഹിച്ചു. കഴിഞ്ഞ കാലങ്ങളിൽ കേരളത്തിൽ ഉൾപ്പെടെ സ്ത്രീ പുരുഷന്റെ പേരും അടിമയായിരുന്നുവെന്നും പുരുഷന്മാർക്ക് വെച്ചു വിളമ്പുന്ന സ്ത്രീകൾക്ക് കാടിവെള്ളം പോലും നിഷേധിക്കപ്പെട്ട അതിക്രൂരമായ അവസ്ഥയായിരുന്നുവെന്നും ഈ അവസ്ഥയിൽ നിന്നും കരകയറി സ്ത്രീകൾ ഇന്ന് വലിയ പദവികളിൽ എത്തിയെന്നും പക്ഷേ ഇന്നും സ്ത്രീകൾ സാമ്പത്തികമായും മറ്റും കൊടിയ ചൂഷണത്തിന് ഇരയാകുന്ന ദൗർഭാഗ്യകരമായ സ്ഥിതിയാണെന്നും സ്ത്രീകളുടെയും കുട്ടികളുടെയും രക്ഷയ്ക്കായി മനുഷ്യാവകാശ സംഘടനകൾക്ക് വലിയ ഇടപെടൽ നടത്താൻ കഴിയുമെന്നും അവർ പറഞ്ഞു. NCWDC സംസ്ഥാന പ്രസിഡന്റ് ഫസീല ബീഗം അധ്യക്ഷത വഹിച്ചു. NHRACF NCWDC നാഷണൽ ചെയർമാൻ അഡ്വക്കേറ്റ് ഡോക്ടർ KV വിജയരാഘവൻ മുഖ്യപ്രഭാഷണം നടത്തി. എഴുത്തുകാരി സ്മിത ചിന്താമരാക്ഷൻ വിശിഷ്ടാതിഥിയായി. വിവിധ മേഖലകളിൽ മികച്ച സേവനം കാഴ്ചവെച്ച വനിതാ പ്രവർത്തകരെ ചടങ്ങിൽ ആദരിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. NHRCF നാഷണൽ കോർഡിനേറ്റർ ദാമോദരൻ ഏറനാട്, NHRCF സംസ്ഥാന ജനറൽ സെക്രട്ടറി ജാഫർ അലി പത്തിരിപ്പാല, സംസ്ഥാന ചീഫ് കോർഡിനേറ്റർ ദിലീപ് ഖാദി, NHRCF സംസ്ഥാന ജനറൽ സെക്രട്ടറി മഹമൂദ HI, നാഷണൽ ഡയറക്ടർ MP റീജ, സ്റ്റേറ്റ് ഡയറക്ടർ ശിവദാസൻ R, NHRCF പാലക്കാട് ജില്ലാ ജനറൽ സെക്രട്ടറി ഡോക്ടർ സുനിത ശിവദാസ്, ഉമാ വിജയൻ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. ചടങ്ങിൽ NHRCF ട്രസ്റ്റ് സംസ്ഥാന സെക്രട്ടറിയും പാലക്കാട് ജില്ലാ പ്രസിഡന്റുമായ വിനോദ് കുമാർ പങ്കെടുത്തു ആശംസകൾ നേർന്നു. NHRCF അഡീഷണൽ ചീഫ് കോർഡിനേറ്റർ ദീപ റാണി കൃതജ്ഞത രേഖപ്പെടുത്തി. വ്യത്യസ്തമായ നാടകം, നടനം, പാട്ട് തുടങ്ങിയവ ഉൾപ്പെടെ വ്യത്യസ്തമായ കലാപരിപാടികൾ സമ്മേളനത്തെ കൂടുതൽ ഹൃദ്യമാക്കി.